സംസ്ഥാനത്തെ ട്രഷറി തട്ടിപ്പിൽ ശക്തമായ നടപടി സ്വീകരിച്ചതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. തട്ടിപ്പ് ആവർത്തിക്കാതിരിക്കാൻ സോഫ്റ്റ്വെയറുകളിൽ ആവശ്യമായ മാറ്റം വരുത്തിയെന്നും എല്ലാ ട്രഷറികളിലും CCTVകൾ സ്ഥാപിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. രശ്മി തുടരുന്നുണ്ട്. രശ്മി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, ഈ ചോദ്യോത്തരവേളയിലാണ് ഈ വിഷയം പ്രധാനമായും ഉയർന്നു വന്നത്. അതായത് ട്രഷറി തട്ടിപ്പ് സംസ്ഥാനത്ത് വ്യാപകമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴക്കൂട്ടത്ത് ഉൾപ്പെടെ ട്രഷറി തട്ടിപ്പ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ഇതാണ് ചോദ്യോത്തരവേളയിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. ഇതിന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ മറുപടി പറയുകയുണ്ടായി. സംസ്ഥാനത്തെ ട്രഷറി തട്ടിപ്പ് ശക്തമായ നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മറുപടി. തട്ടിപ്പ് ആവർത്തിക്കാതിരിക്കാൻ സോഫ്റ്റ്വെയർ ഉൾപ്പെടെ നിലവിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ളതും പറയുന്നുണ്ട്. എല്ലാ ട്രഷറികളിലും CCTV സ്ഥാപിച്ചു. എല്ലാ അക്കൗണ്ട് ഉടമകൾക്കും KYC നിർബന്ധമാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തുടർച്ചയായി 6 മാസം ഇടപാടുകൾ നടക്കാത്ത അക്കൗണ്ടുകൾ, അതായത് തുടർച്ചയായിട്ട് 6 മാസം യാതൊരു തരത്തിലും ഇടപാടുകൾ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ളൊരു നടപടി നിലവിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ധനമന്ത്രി വിശദീകരിക്കുകയുണ്ട്. അക്കൗണ്ട് ഉടമകൾക്ക് ഒരു സംശയത്തിനും ഇടവരേണ്ട സാഹചര്യം നിലനിൽക്കില്ല. ചുരുക്കം ചില തട്ടിപ്പുകൾ മാത്രമാണ് ഉണ്ടായതെന്നുള്ളതാണ് മന്ത്രിയുടെ വിശദീകരണം. പക്ഷേ സംസ്ഥാന വ്യാപകമായി ഒരു തട്ടിപ്പ് പലയിടങ്ങളിലും പല ട്രഷറികളിലും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. തട്ടിപ്പുകൾ നടത്തിയവർക്കെതിരെ ഇപ്പോൾ നിലവിൽ കേസെടുത്തിട്ടുണ്ട്. കൃത്യമായ നടപടിയാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. തുടർന്നും നടപടി ഉണ്ടാകും എന്നുള്ളതാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. നഷ്ടപ്പെട്ട തുക ഇടപാടുകാർക്ക് തിരികെ നൽകി എന്നുള്ളതും മന്ത്രി അവകാശപ്പെടുന്നുണ്ട്. എല്ലാ തട്ടിപ്പുകൾ നടക്കുന്നതും ഓൺലൈൻ വഴിയാണ്. ട്രഷറിയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ടില്ല. ഏതായാലും ഇപ്പോൾ നിലവിലുള്ള തട്ടിപ്പുകളിലൊക്കെ തന്നെ CCTVകൾ സ്ഥാപിക്കുക, സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റ് ചെയ്യുക ഉൾപ്പെടെയുള്ള നടപടികൾ നിലവിൽ സ്വീകരിച്ചു എന്നുള്ളതാണ് ധനമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി. ദേവിക.